നല്ലൊരു മൂവിയായിരുന്നു, ഒരു ഫീൽ ഗുഡ് നല്ലൊരു മൂവി. നല്ലായിരുന്നു, ചേട്ടൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മസ്റ്റ് വാച്ച് പടം. ഞാനൊരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ എല്ലാവരുടെ ലൈഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. പറയുന്ന ഡയലോഗ്സ് ആയാലും പിന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല. പിന്നെ ജോമോൻ കണക്റ്റ് ആവും. സിനിമയ്ക്ക് വർക്ക് ചെയ്യുന്ന മാത്രമല്ല, നമ്മൾ ഈ കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വരുന്ന ആൾക്കാരാണ്. ബേസിക്കലി ഞാൻ ആക്ടിങ് ട്രെയിനറാണ്. പിന്നെ അപ്പം നമുക്ക് അതിൻ്റെ ഒരു ആ ഫീല് മനസ്സിലാവും. ഓരോ സിനിമക്കാരനെ കണ്ടിരിക്കേണ്ട പടമാണ്. ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പടം, ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഭയങ്കര ടച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ഇന്ദ്രൻ ചേട്ടൻ്റെ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര ഒരു ഫീലിംഗ്. അങ്ങനെ നമുക്ക് കണ്ടിട്ട് തോന്നിയില്ല. മീൻസ് ആ ഒരു ജേർണി കണ്ട പോലെ ടുവേർഡ്സ് ദ എൻഡ് ആയപ്പോഴത്തേക്കും അങ്ങനെ കുറേ ട്രാവൽ ചെയ്തൊരു ഫീലിംഗ്. നല്ല മൂവിയായിരുന്നു. ഒരു എക്സ്പെരിമെന്റൽ മൂവി പോലെ തോന്നി. ഡിഫറെന്റ് മൂവിയായിരുന്നു. ഡെഫിനറ്റ്ലി അവർക്ക് കൂടുതലും കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത ആൾക്കാർക്ക് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് റോളാണ് എടുത്തിരിക്കുന്നത്. ഒരു മെറ്റാ നറേറ്റീവ് പോലെ സിനിമയ്ക്കുള്ളിൽ വരുന്ന സിനിമ എന്നുള്ള രീതിയിൽ ഗുഡ് മൂവിയായിരുന്നു. അതെ അതെ, സെക്കൻഡ് ഹാഫ് വാസ് റിയലി ഗുഡ്. ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫായിരുന്നു കുറച്ച് നല്ല സിനിമയാണ്, ഗുഡ് മൂവിയാണ്, ഫാമിലി എൻ്റർടൈനറാണ്. നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് വാച്ച് ചെയ്യാൻ പറ്റും. ഷോബി സാറിനെ കണ്ട് ആരുടെ അടിപൊളിയായിട്ടുണ്ട്. ഐ മീൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. നല്ലൊരു ഇതാണ്. ഷോബി സാറിനെ കണ്ടപ്പോൾ നമുക്ക് തിലകൻ സാറിനെ ഓർമ്മ വന്ന ഒരു ഫുൾ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു സിനിമയായിരുന്നു, കണ്ടിരിക്കാം. മസ്റ്റ് വാച്ചബിൾ മൂവി. അടിപൊളി, നല്ല പെർഫോമൻസ്, നല്ലൊരു പെർഫോമൻസ്. കുറെ ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു പെർഫോമൻസ് കാണാം. അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് തോന്നി. ഒരു കോമഡി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഇമോഷണൽ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ചെറിയൊരു പരിപാടി, പക്ഷേ അതിലുപരി പടം ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഫീല്. ജോൺ ചേട്ടൻ്റെ പടം പിന്നെ പറയേണ്ട ആവശ്യമില്ലായിരിക്കും. ആ ഒരു ഫീൽ കൊണ്ടും ചേട്ടൻ്റെ പെർഫോമൻസും കിട്ടില്ല, ഭീകര പെർഫോമൻസ്. കാരണം അത്രയും കഥകളി പരിപാടിയും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു, ഭീകരം. അതല്ലാതെ കോമഡിയും ഫസ്റ്റ് ഹാഫ് കുറേ ചിരിക്കാനുണ്ടായിരുന്നു, ഫണ്ണും പരിപാടി, പിന്നെ ഒരു ഫീൽ ഗുഡ് പരിപാടി, ഭയങ്കര രസമുണ്ട്. മ്യൂസിക്കായാലും അതെ അതെ, ആ ചെറിയൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് കണ്ടപ്പോൾ നമുക്ക് തന്നെ ഒരു കണ്ണീന്ന് വെള്ളമൊക്കെ വന്നായിരുന്നു, ഭയങ്കര ഫീൽ കേട്ട്. പ്രേക്ഷകരോട് എന്തായാലും തീർച്ചയായിട്ടും കാണണം. കപ്പിയും നമ്മുടെ അമ്പിളിക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ടോ, ധൈര്യമായിട്ട് പോയി കാണാം. വേറെ ഒന്നും പറയാനില്ല. ജോൺ പോൾ ഒരു ബ്രാൻഡാണ്, പോയി കാണാൻ എല്ലാവർക്കും.